യാ അല്ലാ എന്ന് പറയേണ്ടടുത്ത് യാ ഇബാദല്ലാ. പോയില്ല സഹോദരങ്ങളെ. ഇരുട്ട് വരുന്നത് കണ്ടോ നിങ്ങള്? ലലാലത്ത് വരുന്നത് കണ്ടോ നിങ്ങള്? ഈ തൗഹീദിന്റെ സർവ്വ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടോ നിങ്ങള്? നിങ്ങൾ ആലോചിക്ക, ഈ തൗഹീദ് സ്ഥാപിച്ച് കുഫ്റില്ലാണ്ടുപോയ മനുഷ്യരെ ആ കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഈ തൗഹീദ് പറയുന്നവന്റെ കൈ പിടിച്ചിട്ട് വേറെ കുറെ ആളുകൾ പറയാൻ അല്ല, യാ ഇബാദല്ലയുണ്ട്, യാ ഇബാദല്ലയുണ്ട്. ആദ്യം അത് പറയുന്നത് ആരാ? നിങ്ങൾ കേട്ടു നോക്കൂ. വിളിച്ചാൽ ശിർക്കാവൂല, മനുഷ്യരെ വിളിച്ചാലേ ശിർക്കാവൂ. എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ജിന്ന് അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? എത്രയോ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം. എവിടെ പറയണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളൊരു യാത്ര പോകുമ്പോൾ വല്ല മരുഭൂമിയിലും എത്തി, അല്ലെങ്കിൽ അറിയപ്പെടാത്ത സ്ഥലത്തെത്തി, നിങ്ങൾക്ക് വഴി പിഴച്ചു പോയി, ആരെയും കാണുന്നില്ല, വലിയ മരുഭൂമിയിലാണ് നിങ്ങളുള്ളത്, ഒറ്റക്കുട്ടിയെയും കാണുന്നില്ല. എന്നാൽ അവിടെ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊള്ളുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിന്റെ അടിമകൾ അവിടെ എത്തും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ ജിന്ന് എന്നോ ഇൻസ് എന്നോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. ജിന്നിനെയും വിളിക്കാം, ഇൻസിനെയും വിളിക്കാം, അല്ലാഹുവിന്റെ അടിമകളെ വിളിക്കാം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ ആ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് അവരിപ്പോൾ ജിന്നിനെ വിളിച്ചാൽ വിരോധമല്ല, മനുഷ്യനെ വിളിച്ചാൽ മുശ്രിക്കായി. കണ്ടോ? ഇദ്ദേഹം ഇത് പറഞ്ഞ നമുക്ക് ഒരത്ഭുതവുമില്ല. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകം നിയന്ത്രിക്കുന്നത് ആരാ? കിതാബൊന്നും ഓതണ്ട നാടൻ മനുഷ്യനാ. നമ്മള് ഒരു ബക്കർക്കാണെന്ന് വിചാരിക്കാം, മീനും കൊണ്ട് വരുന്നൊരു ബക്കർക്കാണെന്ന് നിങ്ങൾ മൂപ്പരെ വിളിച്ചിട്ട് ചോദിക്കല്ല, ബക്കർക്ക ലോകം നിയന്ത്രിക്കണ ആരാ? ബക്കർക്ക ഒരു ദർശനം പോയിട്ടില്ല, പഴയ മദ്രസയിൽ 3ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും. ബക്കർക്ക പറയും അള്ളയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഈ ചെമ്പനരുവി, പുനലൂർ, ഇവിടെ അടുത്ത് പുനലൂർ ചെമ്പനരുവിയിൽ ഒരു ആദിവാസി കോളനി ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് NH ഓഫ് ട്രൂത്തിന്റെ കീഴിൽ അവിടെ ഒരു ദഅ്വാ സംഗമത്തിന്, ദഅ്വാ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ആദിവാസി കുടിലുകൾ കയറി ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഈ ആദിവാസികളായ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കും ഓരോ ചോദ്യങ്ങൾ, ഈ പ്രപഞ്ചത്തെ കാണിച്ചിട്ട്, ആകാശഭൂമികളെ കാണിച്ചിട്ട്, ഇതൊക്കെ പടച്ചത് ആരാ? അപ്പോൾ ഒരു മൂപ്പനുണ്ടാവും ആ കൂട്ടത്തിൽ, അയാൾ ആണ് സംസാരിക്കുക. അയാൾ പറയും തമ്പ്ര, ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് പറയും തമ്പ്രാണ്. അയാൾക്കും സംശയമില്ല. എന്നാൽ ഇപ്പോ ചില ആളുകൾക്ക് സംശയം, മുദബ്ബിറുൽ ആലമാരാ, മയ്യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാരാ എന്ന ചോദ്യത്തിന് പുതിയ മറുപടി. എന്നാ മറുപടി? ആവൈത്തനി നിങ്ങളല്ലേ ഞങ്ങൾക്ക് അഭയം നൽകിയത്, അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ദ്വാരിക്കുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ബേജാറായ ആളുകളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഫിൽ കൗനി വൽ മലകൂതി വൽ അസ്റാറി, ആലം ദുന്യാവൊക്കെ നിങ്ങളല്ലേ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ആലം ദുന്യാവിലൊക്കെ നിയന്ത്രിക്കുന്ന ഞങ്ങൾ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ അന്നം തിന്നുന്ന വഹാബി പ്രവർത്തകരെ, ഞങ്ങളോട് ചോദിക്കുകയാണ്, അത് നിങ്ങൾ എന്ത് പേരിട്ടാലും വേണ്ടില്ല, ഇത് ജായിദാണെന്നും സുന്നത്താണെന്നും ഏത് ആയത്തിലാണുള്ളത്, ഏത് ഹദീസിലാണുള്ളത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അൻത ശംസുൻ അൻത ബദറു അൻത നൂറും ഫൗഖ നൂരി അൻത യക്സീറും വഗാലി അൻത മിസ്ബാഹുസ് സുദൂർ എന്ന മൗലിദ് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഖുർആൻ പറഞ്ഞത് പറയുമ്പോൾ അത് ശിർക്കാണ്, അതിന് കോടികൾ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞവര്, നിങ്ങൾ ഈ മൗലിദ് ഇറക്കിയിട്ട് ഓതിയിട്ട് മുശ്രിക്കായില്ലേ, കാഫിറായില്ലേ? എത്ര ആളുകൾ കാഫിറാക്കി കഴിഞ്ഞില്ല. ഇതിന്റെ മലയാളം കൂടി വായിക്ക, ബാങ്ക് ഇപ്പൊ കൊടുക്കും. മലയാളതൊക്കെ ഉമ്മർ മൗലവി മലയാളമാല
ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ. ഇങ്ങനെയാണ് നമ്മളെ നഫീസത്തുമാല നദിലോ കേളുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ കേപ്പിക്കു പിന്നാലെ കെ ഉമർ മൗലവി മലയാള മണ്ണിന് സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. ഒന്നാമത്തെ ഉമർ ഉമറുബിനുൽ ഖത്താബ്, രണ്ടാമത്തെ ഉമർ അഞ്ചാം ഖലീഫ ഉമറുബിൻ അബ്ദുൽ അസീസ്, മൂന്നാമത്തെ ഉമർ വെളിയങ്കോട്ട ഉമർ. അള്ളാന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് സിയാറത്തിന് പോയാൽ കാഫിറാകുമെന്ന് പച്ച മലയാളത്തിൽ എഴുതിയ റസൂലുള്ള നൂറുകണക്കിന് തെറ്റ് ഓരോ ദിവസം ചെയ്യാറുണ്ടെന്ന് പച്ച മലയാളത്തിൽ എഴുതിയ ഉമർ മൗലവി മൂന്നാമത്തെ ഉമറാണെന്ന് മലയാളത്തിൽ മാല എഴുതിയവർ കഴിഞ്ഞില്ല. പരശുരാമൻ്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. ഓ പരശുരാമൻ മഴുകറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാകുക എന്ന് പഴയ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ അത് കഥയാണ്. അത് കഥയാണെങ്കിൽ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. ഉമ്മർ മൗലവിയുടെ മാലയിൽ കേരളം സൃഷ്ടിച്ചത് ഉമ്മർ മൗലവിയാണെന്ന് പച്ച മലയാളത്തിൽ അൽ ഇസ്ലാഹ് മാസിക 2000 ഏപ്രില്. ഓ മാഷന്മാരെ, മുജാഹിദ് പ്രവർത്തകന്മാരെ, കൊല്ലം മുമ്പ് മരിച്ചു ഒരാള്, അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത്. അത് പറയാൻ മടിയില്ല. നമ്മുടെ നാട്ടില് ആലപ്പുഴ ജില്ലയിൽ ഒരാളാണ് കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് ഇദ്ദേഹം മുദബ്ബിറുൽ ആലമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. മുദബ്ബിറുൽ ആലം ലോകത്തെ നിയന്ത്രിക്കുക, ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആണ്. സത്യത്തിൽ മൂപ്പരെ തന്നെ നിയന്ത്രിച്ചിട്ടില്ല. അവസാനം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത രൂപത്തിൽ കിടന്ന മനുഷ്യനാണ് അദ്ദേഹം. എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്ന് കാലം കഴിച്ച മനുഷ്യനാണ് അദ്ദേഹം. സ്വന്തം നിയന്ത്രണം പോലും മൂപ്പരുടെ കയ്യിലില്ല. പക്ഷേ മുദബ്ബിറുൽ അംർ എന്ന് പറയും മാത്രമല്ല, ആയത്തോതാണ് ഇപ്പോ അതിന്. ഫൽ മുദബ്ബിറാത്തി അംറാ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ. ആ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള കഴിവുകൾ ശൈത്താന് പിശാചിനും വകവെച്ചു കൊടുത്ത ആളുകളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിപ്പോയി. നഊദു ബില്ലാഹ്. ഇനി നിങ്ങൾ ആ വാചകമൊന്ന് കേൾക്കണം. അതിനുശേഷം ആർക്കാണ് ഈ പറയപ്പെടുന്ന വിശ്വാസമുള്ളത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ വൃക്ഷത്തിനെ അടക്കം എന്തെല്ലാമോ ആവശ്യപ്പെടുകയും അല്ലാഹുവിന്റെ കഴിവ് പോലെ തന്നെ ശൈത്താന് കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട TP അവറുകളെ, നിങ്ങൾ പറഞ്ഞത് 100% ശരി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ വാചകം 100% ശരി തന്നെയാണ്. മുജാഹിദുകളിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിനുള്ള കഴിവ് പിശാചിനുമുണ്ടാകുമെന്നവർ വിശ്വസിക്കുന്നു. അത് കേരളത്തിലെ ഞങ്ങളല്ല പ്രിയപ്പെട്ടവരെ. ജിന്നുവാദികളെന്ന് നിങ്ങൾ മുദ്രകുത്തി പുറത്താക്കിയ ഞങ്ങളല്ല. ബഹുമാനപ്പെട്ട TP അവറുകളെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വാക്ക് 100% ശരി തന്നെയാണ്. അല്ലാഹുവിനുള്ള കഴിവ് അത് പിശാചിനുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട TP അവറുകളെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഫഖറുദ്ദീൻ റാസിയുടെ തലയിൽ വെച്ച് കൊടുക്കേണ്ടി വരും. റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദമായി കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ച് റാസി ഇമാമിന്റെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാനായ ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ല തന്നെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് ഓതിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. അജ്മഊ, ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ മുഫസ്സിറുകളും ഏകോപിച്ചു ഇജ്മാആയ വിഷയമാണ്. അന്നഹും അൽ മലായിക, ഈ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞാൽ ഹുമുൽ മലായിക, അത് മലക്കുകളാണ് ഉദ്ദേശമെന്നത് വളരെ കൃത്യമാണ്. അപ്പൊ മലക്കുകൾ യോഗം ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന അർത്ഥത്തിലാണോ? അല്ല. ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിലടക്കം പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ. ജിബ്രീൽ എന്ന മലക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, മീകായിൽ എന്ന മലക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, മലക്കുൽ മൗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇസ്രാഫീലിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. ഇതിങ്ങനെ വേർതിരിച്ച് തന്നെ റാസിമാം വിശദീകരിക്കാൻ. അഥവാ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളെ, അല്ലാതെ അണ്ടകടാഹങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന മലക്കുകൾ എന്നല്ല അവിടെയും പറഞ്ഞത്. മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്.
അപ്പൊ പിന്നെ അർവാഹുകൾ എന്ന് പറഞ്ഞിട്ടില്ലേ? അർവാഹുകൾ എന്ന് പറഞ്ഞു. അതാണ് റാസി ഇമാം വിശദീകരിച്ചത്. മുദബ്ബിറാത്തി അംറൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ തന്നെ വളരെ കൃത്യമായി ഫഖ്റുദ്ദീൻ റാസി ഇമാം വിശദീകരിക്കുന്ന കാണാം. മനസ്സിലാക്കണം, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഖുർആനിൽ തെളിവുണ്ടോ, മരിച്ചു മൺമറഞ്ഞു പോയവരോട് തേടാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് മൗലവി, ഉണ്ട്. രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത്. കാരണം ശിർക്കായതും ആയത്തിലുണ്ട്, ശിർക്കല്ലാത്തതും ആയത്തിലുണ്ട്. അതാണ് റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅ്ദിൻ എന്ന് പറഞ്ഞ സൂറത്തുൽ അൻആമിലെ വചനം. അതിൽ എല്ലാത്തരം ഇസ്തിംതാവും പറഞ്ഞു, ഇസ്തിആനത്തും പറഞ്ഞു, ഇസ്തിആനത്ത് അല്ലാത്തതും പറഞ്ഞു, ഇസ്തിആനത്തും പറഞ്ഞു, അല്ലാത്ത പരസ്പരമുള്ള ഇസ്തിംതാവും പറഞ്ഞു. എല്ലാം ഉൾക്കൊള്ളുന്ന ആയത്താണ് അത്. അത് കാഫിർ ജിന്നുമായി ബന്ധപ്പെട്ടാണ് ആയത്തിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ ഹുക്മ് ആ വിഷയത്തിൽ കാഫിർ മുസ്ലിം വ്യത്യാസം ഉണ്ടാവുമല്ലോ. മുസ്ലിം മനുഷ്യനോട് തേടുമ്പോൾ മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ഒന്ന്, മുസ്ലിം അല്ലാത്ത മനുഷ്യന് വേറൊന്ന് എന്നുണ്ടാവുമല്ലോ. തേട്ടം ഏത് മാനദണ്ഡത്തിൽ എന്നല്ലേ വ്യത്യാസം വരുള്ളൂ. അതുകൊണ്ടാണ് ആ ആയത്തോട് ഉദ്ധരിച്ചത്. ആ ആയത്തും സമാനമായ ആയത്തുകളും ഒക്കെ ഇതിന് തെളിവ് തന്നെയാണ്. ഇനി വേറെ ആയത്തുണ്ടെന്ന് ഖുർആനിൽ, ഇതല്ലാത്ത ഇനിയും ആയത്തുണ്ട്, ദുർവ്യാഖ്യാനിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഖുർആനിൽ തെളിവുണ്ട്. ഏതാ തെളിവ്? നമ്മൾക്കൊരാൾ ബിംബം വെച്ചിട്ട് മരം വെട്ടാൻ ആള് വേണം. വിഗ്രഹമേ വന്ന് മരം വെട്ടു എന്നല്ല പറയാ. അതല്ലെങ്കിൽ കബറാളിയെടുക്കൽ പോയിട്ട് അതെ എനിക്ക് ഒരു കാവൽക്കാരന് വേണം, എങ്ങനെ എന്റെ ഒരു സെക്യൂരിറ്റി എന്റെ വീടിനെ മുൻനിർത്തണം, നിങ്ങൾ വന്നാൽ 15,000 മാസം ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ജാറത്തിൽ പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അവിടെ തേടും എന്ത്? ഇമ്മാ തലബല്ലി നഫ്ഇഹി, അഭൗതികമായ ഉപകാരം. മനസ്സിലാക്കണം, ഭൗതികമായ നിലക്കല്ല, മനുഷ്യന്റെ കൈക്ക് നടക്കുന്നതല്ല. ഹാരിസ് ഇബ്നു സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം, ഇബാദത്താവാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം? പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ്, അല്ലെങ്കിൽ കല്ലിനോടായതാണ്, മരത്തോടായതാണ് ശിർക്ക്, പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല. അതേ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഖാദിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വിസ്റ്റം എന്ന സംഘടനയുടെ പണ്ഡിത സംഘടനയിലുള്ള ഒരാളത് പറഞ്ഞാലോ? നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം അത് പറഞ്ഞു. പറയുക മാത്രമല്ല, അദ്ദേഹം അത് അവതരിപ്പിച്ച രൂപം, ശൈലി ഇന്നുവരെ, നാളിതുവരെ, ഞാൻ ഈ പ്രസംഗിക്കുന്നത് വരെ ആ വാചകം തിരുത്തിയതായി ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. പലവട്ടം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അന്ന് കേൾപ്പിക്കണം, അങ്ങനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം. മാത്രമല്ല ആ വാചകത്തിൽ പറഞ്ഞത് ഒന്ന് കേൾക്കണം എന്ന് പരസ്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഖണ്ഡനം നടക്കുമ്പോൾ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ എന്താ അദ്ദേഹം പറയുന്നത്. ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് വഹീഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് വഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സ്വഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്.
അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല, നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, KP നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP, വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോൾ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്. ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ഇതനുസരിച്ച് അമൽ ചെയ്യുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇത് സ്വഹീഹാണെന്ന് കരുതി അമൽ ചെയ്യുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നുവെച്ചാൽ യാ അല്ലാ എന്ന് വിളിക്കാതെ യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേട്ട നാൾ മുതൽ ഞാൻ ഇവരോട് ചോദിച്ചു, ഒരാളുടെ പേര് പറയാമോ? ഇത് വെച്ച് അമൽ ചെയ്യുന്ന ഒരാളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അതാണ് നേരത്തെ കാണിച്ച അബൂബക്കർ മുസ്ലിയാർ. തെളിവനുസരിച്ചുണ്ട്, പക്ഷെ അദ്ദേഹം സലഫി പണ്ഡിതനല്ല. ഇതനുസരിച്ച് അമൽ ചെയ്യുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി അതിന്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതാ വിഷയം എന്ന് പറയും? യാ അല്ലാ യാ ഇബാദല്ലാ. ചെറിയ വിഷയമല്ല. യാ അല്ലാ യാ ഇബാദല്ലാ. ഇനി നമ്മൾ എന്ത് വാശിയാടോ കാണിക്കണ്ടേ? ആരോടാ ഈ മീശ വിരിക്കണം? നമ്മള് എന്ത് വാശിയാ കാണിക്കുന്നത്? മനസ്സിലാക്കണം. ഇത് തിരിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ അള്ളാഹു അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യ പടച്ചവനോട്. മനസ്സിലാക്കണം, ഈ തൗഹീദ് വെച്ച് കളിക്കാൻ നമ്മൾ നിന്നാൽ ഖബറിൽ നമ്മൾ പോയി കിടക്കോ? നമ്മുടെ ജീവിതം എന്തിനാ? നമ്മൾ അടികൊണ്ടത് എന്തിനാ? നമ്മൾ ബത്സനം സഹിച്ചത്, ആക്ഷേപങ്ങൾ കേട്ടത് എന്തിനാ? തെറി കേട്ടത് എന്തിനാ? ഈ ശൂരനാടിന്റെ മണ്ണിൽ ഞാൻ ആദ്യമല്ല, വർഷങ്ങൾക്ക് മുമ്പ് മീശ മുളക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് മുഖാമുഖം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. മീശ മുളച്ചിട്ടില്ല അന്ന് എനിക്ക്. ഇവിടെ എവിടെയോ ഒരു സ്ഥലത്താണ് അന്ന് മുഖാമുഖം വെച്ചത്, വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഒരുപാട് ആളുകൾ സദസ്സിൽ വന്നു, ഒച്ചയൊക്കെ ഉണ്ടാക്കി, ബഹളൊക്കെ ഉണ്ടാക്കി. നമുക്കറിയാം ഇവിടുന്ന് അങ്ങനെ തിരിച്ചു പോകാൻ കഴിഞ്ഞോണമെന്നൊന്നുമില്ല. കാര്യം ഓടി രക്ഷപ്പെടാൻ പറ്റിയ നാടൊന്നുമല്ലല്ലോ ഇത്. പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും നമ്മളത് ചെയ്യണം എന്തിനാണെന്നറിയോ? നമുക്കറിയാം, ഇവിടെ ഒക്കെ നോക്കിയാൽ 35 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ 10 കുട്ടികളെ കാണൂല. ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല, ഇവിടെ മുജാഹിദിൻ്റെ നാടാണ്. പക്ഷേ എന്തുണ്ട്, ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ. ആ തെരീക്കത്ത് എന്താ അറിയോ? അത് EA ജബ്ബാറിൻ്റെ തെരീക്കത്ത്, ലിയാഖത്ത് അലീൻ്റെ തെരീക്കത്ത്, ജാമിദ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട്. ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് സജീവമായിട്ട്. ISMൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ്. ഇനി യഥാർത്ഥ കുഫർ കാണണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നബിദിനത്തിന് ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല. പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട്. ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദിൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നുള്ളത് എന്താണ്, ഇവിടെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ മുസ്ലിങ്ങളെ അവിടെ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ പള്ളി കമ്മിറ്റിൻ്റെയും ഇതിൻ്റെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല. നിലവിളക്ക് ബഹുമാനത്തോടെ കൊളുത്തുന്നതിലെ ശിർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി, അതിലെ അപകടം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു MSMകാരന് ചെറിയ ഒരു കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യം ഒരു സെക്രട്ടറി പദവിയിലിരിക്കുന്നയാൾക്കറിയാതെ പോയെങ്കിൽ എന്തേ സംഭവിക്കാൻ കാരണമെന്നോ? അതേ, ശിർക്കില്ലാത്ത ഒരു സമൂഹത്തിന്റെ നേരെ നോക്കി ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയപ്പോൾ അതേ അത് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതല്ലാതെ മറ്റെന്തോ. അതേ, ശിർക്കില്ലാത്ത ഒരു സമൂഹത്തിന്റെ നേരെ നോക്കി ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയപ്പോൾ അതേ അത് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതല്ലാതെ മറ്റെന്തോ. കാര്യം അത് തൗഹീദിനാണ്. നിങ്ങൾ നോക്ക്, ഈ ശബ്ദം അത് പറഞ്ഞ ആള് അത് ഇതുവരെ നിഷേധിച്ചിട്ടുള്ളതല്ല ഈ പറഞ്ഞത്. ഇദ്ദേഹമാകട്ടെ വിസ്റ്റത്തിന്റെ അവരുടെ പണ്ഡിത സഭയിൽപ്പെട്ട ആളാ. ഇത് വാമൊഴിയാണ്. അത് വാമൊഴിയാണെങ്കിൽ ദാ ഈ പുസ്തകം വരമൊഴിയാണ്. ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ മൈക്കും തരും, ഈ ബുക്കും തരും, നിങ്ങൾ വായിച്ചു നോക്കാം. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത്?
മൈക്കും തരും, പരസ്യമായി വായിക്കാം. അതല്ലെങ്കിൽ ഈ പുസ്തകം വാങ്ങിയിട്ട് ഇതിന്റെ 150 രൂപയാണ് ഇതിന്റെ വില. ഈ 150 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ 141 പേജുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആർക്ക് നോക്കാം. എന്താണ് ഈ പുസ്തകത്തിന്റെ പേരെന്നറിയോ? കേരള ജംഇയ്യത്തുൽ ഉലമയും നിലപാട് മാറ്റവും മുജാഹിദ് പ്രസ്ഥാനം, കേരള ദൗലത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സംഘടനയാണ് KJU, കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാട് മാറ്റി എന്ന് പറഞ്ഞ് ആ പേരിറക്കിയ പുസ്തകമായത്. ഈ പുസ്തകം ഇറക്കുന്നത് വിസ്റ്റം ബുക്സ്, വിസ്റ്റംകാരിറക്കിയ പുസ്തകമാണിത്. ഇതിന്റെ 141 പേജിൽ എഴുതുന്നത് കാണാം. ആരാ ഇത് എഴുതിയെന്നറിയോ? വിശദമായ ഈ കത്ത് തയ്യാറാക്കിയതിനു ശേഷം ജംഇയ്യത്തുൽ ഉലമ മെമ്പർമാരും പ്രഭാഷകരും പ്രബോധകരുമായവരെ കൊണ്ട് ഒപ്പിടിക്കുവാൻ പിന്നെയും കുറെ ദിവസങ്ങൾ വേണ്ടി വന്നു. 65 പേരെഴുതി ഒപ്പിട്ടു. ഇനിയും ആവാമായിരുന്നു, അത്രയും മതി എന്ന് വെച്ചതാണ്. ഇനിയും ഒപ്പിടിക്കാൻ നടന്നാൽ ഇത് സമർപ്പിക്കാൻ വൈകും. കണ്ടോ? എന്ന് മാത്രമല്ല, അടുത്ത് കേട്ടോ, തപാലിലോ മറ്റോ അയക്കുന്നത് വേണ്ടെന്ന് വെച്ചു. സെക്രട്ടറിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. KNM മലപ്പുറം ജില്ലാ ഈസ്റ്റ് സെക്രട്ടറി VN അബ്ദുൽ ഹമീദ് സുല്ലമി പാണ്ടിക്കാടും അബൂബക്കർ സലഫിയും ഞാനും കൊടിയത്തൂരിലേക്ക് പോയി. 2012 നവംബർ 30 വൈകുന്നേരം ഞങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി M മുഹമ്മദ് മദനിയുടെ വീട്ടിലെത്തി. ഉണ്ടോ? എന്നിട്ട് മുഹമ്മദ് മദനിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇവർ ഈ നിവേദന സംഘം, ഇപ്പോഴത്തെ വിസ്റ്റത്തിന്റെ പണ്ഡിത സംഘടനയിലെ ആളുകളെല്ലാം കൂടെ ചേർന്ന് എഴുതി ഒപ്പിട്ടിട്ട് കുറെ ആളുകൾ അതിന് തൗബ ചെയ്തൊക്കെ മാറി. കാരണം കുറെ ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഒപ്പിട്ട ആൾക്കാർ. ഇതെന്താന്ന് വായിച്ചു നോക്കാതെ ഈ എഴുതി ഒപ്പിട്ട് കൊണ്ടുപോയി കൊടുത്തതെന്താ? അതല്ലേ വിഷയം. നോക്ക്, എഴുതി കൊടുത്തെന്തറിയോ? ഈ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് അത് ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, മറ്റേ കിതാബിലുണ്ട്, മറിച്ച കിതാബിലുണ്ട്. ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു സുന്നിയിലുണ്ട്, ഇബ്നു മുഫ്ലിഹിലുണ്ട്. ഈ പറഞ്ഞതിലൊക്കെ ദുർബല ഹദീസാണിത്. ആ കിതാബിലും ഈ കിതാബിലും ഒക്കെ പറഞ്ഞ ദുർബല ഹദീസാണ്. എന്നിട്ട് ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് അവസാനം പറഞ്ഞു കേട്ടോ, ഇതുപോലെ ആധുനികരും പൗരാണികരുമായ 50ഓളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചിലർ അത് സുന്നത്തായി പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഹദീസ് സഹിഹാണെങ്കിൽ സുന്നത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സുന്നത്താണ്. അപ്പൊ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യർ വിളിക്കലാണോ? അല്ല. പിന്നെയോ അത് ജിന്നിനെയോ മലക്കിനെയോ വിളിക്കലാണ്. ജിന്നിനെയോ മലക്കിനെയോ വിളിക്കലാണ്. അപ്പോ ഈ പറയുന്ന മഹാന്മാരെല്ലാവരും അവരെല്ലാവരും ജിന്നിനെയും ജിന്നിനെ അല്ലെങ്കിൽ മലക്കിനെ യാ ഇബാദല്ലാഹ് എന്ന പേരിൽ വിളിച്ചവരാണെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ, ഇന്നും ചില സലഫി പണ്ഡിതന്മാരുണ്ട് ഈ ബുക്കിലും എഴുതി വെക്കുകയാണെന്ത് അത് സുന്നത്തായി പരിഗണിച്ചിട്ട് ജിന്നിനെ വിളിക്കുക. യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യനെയല്ല, ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച ആളുകളുണ്ട് എന്നത് ആ പുസ്തകം പച്ച മലയാളത്തിൽ. നമ്മളിത് പറഞ്ഞാൽ, ഇത് കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി സ്വീകരിച്ചു വന്ന തത്വമത്രേ. ഇതായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വാദം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആണോ സുഹൃത്തുക്കളെ? ഇതാണോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഈ ഇതുകൊണ്ട് അമൽ ചെയ്യുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ഏറ്റവും അപകടകരമായ വാദം ഇത് വാദിച്ചിട്ട് സുഹൃത്തുക്കളെ, ഒരു സംഘടനയെ നമ്മളിങ്ങനെ ഈ ലലാലത്തും പറഞ്ഞു കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാൻ നിങ്ങൾക്ക്? വല്ല രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആകും. പക്ഷെ ഈ ലലാലത്തും പോയി ചില ആളുകൾ അവിടെ അധികാര കസേരയിലോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണുണ്ടാവും. അവർക്ക് അവരുടേതായ നോട്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ഈ ലലാലത്ത് പൊക്കി നടക്കുന്നത്? ഇത് നിഷേധിക്കാൻ കഴിയും? പുസ്തകം നിഷേധിക്കാൻ കഴിയോ? ഈ പുസ്തകം ഇല്ലാന്ന് പറയാൻ കഴിയും? ഈ പുസ്തകത്തിൽ മാത്രമല്ല, വേറെയുണ്ട് പുസ്തകം, നിരവധി പുസ്തകം ഒന്നിന് പുറകെ ഒന്നായി അടിച്ചിങ്ങനെ ഇറക്കി വിടാൻ. എന്നാലോ ഇത് സാധാരണക്കാരായ ആളുകൾ, അവർക്കറിയില്ല, അവർ സാധുക്കളാണ്. അവർ പറയും ഞങ്ങൾക്ക് അങ്ങനെ വാദമൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. നിങ്ങൾക്ക് അങ്ങനെ വാദമില്ലെങ്കിൽ ബുക്കിൽ എങ്ങനെ കയറുക? എങ്ങനെയാണ് ഈ 60ഓളം വരുന്ന ആളുകൾ എഴുതി ഒപ്പിടുക? അതും കൊണ്ട് വണ്ടി കയറുക? എങ്ങനെയാണ് ഈ ഖണ്ഡന പ്രസംഗങ്ങളും ഈ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുക? എന്ന് മാത്രമല്ല, അതും കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വാദപ്രതിവാദം നടത്തുക, എന്നിട്ട് ആയത്ത് ഉദ്ധരിക്കുക, തെളിവ് ധരിക്കുക. ആയത്ത് സൂറത്തുൽ അൻആമിലുണ്ട്, അതൊക്കെ പറയണമെന്നുണ്ട്. സമയത്തിന്റെ കുറവ് മൂലം, പരിമിതി മൂലം ഞാനിത് വിശദീകരിക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ, അതൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിന് തെളിവുണ്ടാക്കി അള്ളാഹിന്റെ ഖുർആനിൽ നിന്ന്. നേരത്തെ വസ്അൽ മൻ അർസൽന ഓതിയതുപോലെ എത്ര അപകടകരമാണ്. എന്നു മാത്രമല്ല,
പിന്നെ നോക്കുമ്പോൾ 10 നമുക്ക് കാണാൻ കഴിയും. പോയി പിന്നെ എത്തി നോക്കുമ്പോൾ യാ ഇബാദല്ലയും കഴിഞ്ഞ് പിന്നെ ചെന്ന് കയറുന്ന ഇടമേതാ? ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തായുമ്പോൾ ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞാണ്. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി അതിന് ചികിത്സിക്കുകയും ചെയ്തു. തിരിച്ചു നബിയും സ്വഹാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. ഹദീസിൽ സ്വഹീഹായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ എന്നൊരു സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്കാണ് നമ്മുടെ ആളുകൾ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ KNMന്റെ KJന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയേറ്റ് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കോ? അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോകും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ചികിത്സ ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ, പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നൂലുമ്മക്കടി പോലെയാണിത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരുക്കമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, KNMന്റെ പള്ളിയിൽ കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ കേട്ടോ വിശദീകരിച്ച് ഇങ്ങനെ പോവാണ്. എന്താ ഈ പറഞ്ഞത്? എന്താ സുഹൃത്തുക്കൾ, നമ്മൾ ഏർവാടിയിൽ ചെന്നാൽ കാണാം, ഭീമാപ്പള്ളിയിൽ ചെന്നാൽ കാണാം എന്ത് ചില കേന്ദ്രങ്ങള് ഷിർക്കിന്റെ കുഫറിന്റെ ഇടപെടലുമായിട്ട് ചില മാനസിക രോഗികൾ ഇങ്ങനെ കൈകാലം കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഏർവാടിയിൽ ദുരന്തമുണ്ടായ പള്ളി ഒരു പള്ളിയോട് ചേർന്നുള്ള ജിന്ന് കേന്ദ്രമാണത്. കയ്യും കാലും ബന്ധിച്ചിട്ട് അവരെ ബന്ധിച്ചിട്ട പുരക്ക് തീ പിടിച്ചിട്ട് വെന്തു മരിച്ചു നിരവധി മനുഷ്യര്. ജിന്ന് കേന്ദ്രമായിരുന്നു അത്. അപ്പൊ ഈ കേന്ദ്രങ്ങളിലേക്കൊന്നും ആളുകൾ പോകാതിരിക്കാൻ നമ്മൾ ഓരോ മുജാഹിദ് പള്ളിയോടും ചേർന്നിട്ട് കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. അദ്ദേഹം ഇത് പ്രസംഗിച്ചിട്ട് താഴെ ഇറങ്ങിയപ്പോൾ വിസ്റ്റംകാരൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ തന്നെ കുടുങ്ങിക്കാണ്, ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി പറഞ്ഞിട്ട് ആകെ പ്രചാരം ഉണ്ടാക്കരുത്. കൊരക്കിന് പിടിച്ച് മൂപ്പര് പറഞ്ഞു, അത് ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോവാണ്. ഇത്രയും വിശദമായിട്ട് അബദ്ധം പറ്റുമോ? വിശദമായിട്ട് ഞാൻ തിരുത്താണ്. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഈ പ്രസംഗിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പണ്ഡിതൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബഹുമാനമുള്ള സ്നേഹമുള്ള പണ്ഡിതനാണ്. ചിലപ്പോൾ നമ്മളെ ചീത്തയും ഇറക്കി വിളിച്ചിട്ടുണ്ടാവും പലതും. ആ പോട്ടെ, ആക്കെ വിട്. ഇന്നും കണ്ടാൽ സലാം പറയും, സംസാരിക്കും, ഇഷ്ടമാണ്. വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരാണ്. ആരോടും നമുക്കൊരു ദേഷ്യമില്ല, ഒരാളോടും ഒരു വിദ്വേഷമില്ല. ഈ പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ അത് കണിശമായി സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അവിടെ കുറച്ച് ചിലപ്പോൾ ശരി ശക്തിക്ക് പറയുന്നത് ആ രൂപത്തിൽ അത് മനസ്സിലാക്കാനാണ്, ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഇത് പ്രസംഗിച്ചത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. മുജാഹിദ് ബാലുശ്ശേരി ആരാന്നറിയോ നിങ്ങൾക്ക്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബൈന്റെ ബാങ്ക് കൊടുക്കാണ്. അങ്ങനെ പിരിഞ്ഞുപോയി. അത് പിന്നെ ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി. അങ്ങനെയാ പൂനൂർ വാദപ്രതിവാദം ആദ്യം പിരിയുന്നത്. പിന്നെ രണ്ടാം പൂനൂർ വാദപ്രതിവാദം നടക്കണേ. ആ പൂനൂർ വാദപ്രതിവാദം, രണ്ടാം പൂനൂർ വാദപ്രതിവാദം നടക്കുന്ന സദസ്സിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് അബൂബക്കർ. ഖത്തറിലായിരുന്നു അദ്ദേഹം കുറെ കാലം. ആ അബൂബക്കർ സാഹിബ് പൂനൂർ വാദപ്രതിവാദം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ്, വീട്ടിൽ ചെല്ലുമ്പോഴാണ് തന്റെ ഭാര്യ പ്രസവിച്ചത് അറിയുന്നത്. അബൂബക്കർ ആ കുട്ടിക്കൊരു പേരിട്ടു, മുജാഹിദ്. മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് തറവാട്ടിൽ ജനിച്ച ഒരാളുടെ, എനിക്കറിയാം MSM മുതൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രസംഗകൻ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്.
ഈ മാർഗത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്, ഒരുപാട് മത്സരം കേട്ട ആളാണ്. ആ ഒരു വ്യക്തിയുടെ ചിന്തയിലേക്ക് ഈ ജിന്ന് കേന്ദ്രം പള്ളിയുടെ ഓരങ്ങളിൽ കൊണ്ടുവരണമെന്ന് ഒരു ദിവസത്തേക്ക് വേണ്ട, ഒരാഴ്ചത്തേക്ക് വേണ്ട, ഒരു കൊല്ലത്തേക്ക് വേണ്ട, ഒരു ദിവസത്തേക്ക് ആ മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് ഈ ഒരു ചിന്ത കയറ്റിവിട്ടത് ആരാ? ഇതെങ്ങനെ ആ ചിന്ത കയറി വന്നു? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാ? വേറെ ആരുമല്ല, ദാ ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ പുസ്തകത്തിൽ നേരത്തെ സൂചിപ്പിച്ച യാ ഇബാദല്ലക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒപ്പ് തേടാൻ നടന്ന ഒരു കറക്ക് കമ്പനി. അത് ശൈത്താൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ്. പിശാച് ഇങ്ങനെ കറക്കിക്കൊണ്ടുവരും ഓരോ സംഘത്തെ. മാത്രമല്ല, അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കിയാൽ എന്താ ചെയ്യേണ്ടത്? ദാ വിസ്റ്റം വിഭാഗം ഇറക്കി ബുക്കിൽ പറയാണ്, ഇതിന്റെ 116 പേജിൽ ഈ ജിന്ന് ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവരുന്ന കാര്യം എന്നറിയോ? ഇതിന്റെ 116 പേജിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ കയ്യിൽ തരും. മലയാളമാണ്, നിങ്ങൾ ബേജാറാകണ്ട, ആർക്കും വരാം. ഒരു യഖീൻ ഉണ്ടല്ലോ, ഇൽമുൻ യഖീൻ എന്ന് പറയും. ഊഹല്ല, ഇൽമുൻ യഖീൻ, ഉറച്ച ഇൽമു കിട്ടാൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ. ഇവിടെ ആരെങ്കിലും വന്നാൽ ഞാൻ മൈക്കും തരും, ബുക്കും തരും. ഇതിൽ പറയുന്നത് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇത് ചികിത്സിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി ബുഖാരിയിലെ ഒരു ഹദീസ്, ആ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ് കേട്ടോ. എന്താ പറയുന്നത്? അബൂ ഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാൽ വെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ്. ഇവിടെ ഹസീനയുടെ ചവിട്ടിയില്ലേ? ഹസീന അല്ലെ, എങ്ങനെ ചവിട്ടി? ഹസീന എങ്ങനെ ചവിട്ടി? കമഴ്ത്തി കിടത്തിയിട്ട് മുതുകത്ത് മുട്ടുകാലുണ്ട തട്ടി. ഇതിന് ബുഖാരിയിലെ ഹദീസ് തെളിവുണ്ട്. നിങ്ങൾ അരിച്ചു വെക്ക, ബുഖാരിയിലെ ഹദീസ് തെളിവുണ്ട്. മാത്രമല്ല, ജിന്ന് ബാധിച്ച ആളെ അടിച്ചിട്ട് എന്തെടുക്കണം? ജിന്ന് ചികിത്സ നടത്തണം. ഇതാ ബുക്കിലാണ്. ഇതാരും വേറെ ആരും എഴുതിയല്ല. വിസ്റ്റം വിഭാഗം എഴുതി വിൽക്കുന്ന ബുക്ക്. 150 രൂപ കൊടുക്കണം ഇത് കിട്ടണമെങ്കിൽ. ഞാൻ 150 രൂപ കൊടുത്ത് വാങ്ങിയതാ. 150 രൂപ എണ്ണി കൊടുത്തിട്ട് വാങ്ങിയ ബുക്കാണിത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് എവിടുന്ന് കിട്ടി? എങ്ങനെ വന്നു ഇത്? ഇതുകൊണ്ട് ജീവിച്ച് നിങ്ങൾ മരിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ടോ? ഈ കറക്ക് കമ്പനിയുടെ കൂടെ കൂടിയിട്ട് ഇതുവഴി പരലോകത്ത് പടച്ചവന്റെ മുന്നിൽ പോയിട്ട്, പടച്ചവനെ ഞങ്ങൾ ജിന്ന് ചികിത്സക്ക് തെളിവൊക്കെ കൊടുത്തു നോക്കി, കേന്നമുകാർ അംഗീകരിച്ചില്ല. യാ ഇബാദല്ല, ഇതാ ഞങ്ങൾ നീണ്ട ലേഖനം എഴുതി കൊടുത്തു, കേന്നമുകാർ അംഗീകരിച്ചില്ല, അവർ നിലപാട് മാറി എന്ന് പടച്ചവന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അതിൽ ഉറച്ചു നിന്നോ? ആ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ധാരാളം കക്ഷികൾ ഇസ്ലാമിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉപരി അള്ളാഹുവിലുള്ള വിശ്വാസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസവും തകർക്കാൻ അവർ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവൻ അവയവങ്ങൾ, കൈകാലുകൾ ഉള്ളവനാണെന്ന് വരെ, അള്ളാഹു ഒരു കട്ടിലിന്റെ മേലെ, സിംഹാസനത്തിന്റെ മേലെ ഇരിക്കുകയാണെന്ന് വരെ അള്ളാഹുവിനെ കേവലം ഒരു ജഡമായി പഠിപ്പിക്കുന്നവർ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അള്ളാഹുവിനുള്ള വിശ്വാസം തകർത്ത് ഈമാനില്ലാതെ മരിക്കാൻ അവർ കഠിനമായി പ്രവർത്തിക്കുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചതുപോലെ, ഒരു ജഡമുള്ള വ്യക്തിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ ആബിദു സനമിൻ, അവനൊരു വിഗ്രഹാരാധന. അങ്ങനെ ഒരു വിഗ്രഹാരാധകനാണെങ്കിൽ ഒരാൾക്കും സലഫിനും ഖലഫിനും ഒരാൾക്കും തർക്കമില്ലാതെ അവൻ ഇസ്ലാമിക ആശയത്തിൽ നിന്ന് പുറത്തുപോയവനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽജാമിൽ അത് വിശദമായി പറയുന്നുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.